കർത്താവ് കൂടെയുള്ളവൻ വിജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ളവൻ വിജയം പ്രാപിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ഇന്ന് നമുക്ക് പരാജയം, തകർച്ച, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ ഇതെല്ലാം കൊണ്ട് നാം നട്ടം തിരിയുകയാണെങ്കിൽ ഞാൻ പറയും, ചിലപ്പോൾ ഈശോ നിങ്ങളുടെ കൂടെ ഇല്ല. ഈശോ നിങ്ങളുടെ കൂടെ ഇല്ല എന്നതാണ് നമുക്ക് ഒരു വിജയം കിട്ടാത്തത്, ഒരു അനുഗ്രഹം കിട്ടാത്തത്. അതല്ലെങ്കിൽ ഈശോയെ നമ്മൾ അത്ര മാത്രം ആഴത്തിൽ സ്നേഹിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. സഫാനിയ 3:17, ബുക്ക് ഓഫ് സഫാനിയ ചാപ്റ്റർ 3 വേഴ്സ് 17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഈ വിജയവും അഭിഷേകവും നൽകാൻ ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ കാണാനോ ദൈവത്തെ ജീവിതത്തിൽ എല്ലാമായി സ്വീകരിക്കാനോ ദൈവജനം തയ്യാറാകുന്നില്ല. പലപ്പോഴും ഒരു വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ വിജയം നൽകുന്ന കർത്താവിന്റെ അടുത്തേക്ക് പോയി, ഓ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തക്ക വിധത്തിൽ ദൈവജനത്തിന് ഇന്ന് അത്രയേറെ ഹൃദയത്തുറവ് ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിജയം നൽകുന്ന യോദ്ധാവ് ഏറ്റവും ശക്തൻ. അത് കർത്താവ് നമുക്ക് വിജയം നൽകുന്നത് ഒരു വാളെടുത്തോ തോക്കെടുത്ത് ഫൈറ്റ് ചെയ്ത് വിജയമല്ല തരുന്നത്. മറിച്ച് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവജനത്തിന് മേൽ കെട്ടിയിട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളെയും അവിടെ അഴിച്ചു വിടുവിച്ച് ദൈവജനത്തെ സ്വതന്ത്രരാക്കി പരിപൂർണ വിടുതൽ നൽകുന്ന യോദ്ധാവ്. അതാണ് നമ്മുടെ കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൽ 15-ാം അധ്യായത്തിൽ 57-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 1 Corinthians chapter 15 verse 57. ഇങ്ങനെയാണ് വചനം പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വിജയം, നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസിന്റെ പുരോഗതി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പരീക്ഷ പാസ്സാകുന്ന ഒരവസ്ഥ, ചിലപ്പോൾ ചെറിയൊരു ടെസ്റ്റ് ആയിരിക്കാം. നമുക്ക് ഏറ്റവും ചെറിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഒരു ലൈസൻസ് നമുക്ക് കിട്ടുന്ന ഒരു ടെസ്റ്റാണെന്ന് വിചാരിച്ചോ. അത് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ, ഈശോ എൻ്റെ കൂടെ ഉണ്ട്, ഇത് എനിക്ക് വിജയിക്കാൻ പറ്റും, കാരണം ഇത് ഞാൻ അല്ല ചെയ്യുന്നത്, മറിച്ച് എൻ്റെ കൂടെ എൻ്റെ കർത്താവാണ് ചെയ്യുന്നത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരു വ്യക്തി ആ ടെസ്റ്റിൽ പങ്കുചേരാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവം അവനെ കൂടെ നിന്ന് അനുഗ്രഹിക്കും. ഇനി മറ്റേതെങ്കിലും തടസ്സങ്ങളോ ബന്ധനങ്ങളോ കെട്ടുകളോ തകർച്ചകളാണെങ്കിൽ ഈശോ കൂടെയുള്ളവൻ ആ തകർച്ചകളെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. അതായത് ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുക. ആ അനുഭവം ഇപ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ അവർ കുടുംബ സമേതം അച്ഛൻ്റെ അടുത്ത് കാണാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അവരെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഭവനമുണ്ട്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ വാഹനങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം, ഞങ്ങൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ അധ്വാനിച്ച് ഈശോ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ച് ഇപ്പോൾ ഞങ്ങളെ ദേശത്തെ അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, പിന്നെ എന്താണ് കുഴപ്പം? അപ്പോൾ ആ കുടുംബം പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ വീടിലേക്ക് കടന്നു പോകാനായിട്ട് ഒരു വഴിയില്ല, ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടുകാരോട് ഞങ്ങൾ ചോദിച്ചു, എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം, ഒരു വഴി ഞങ്ങൾക്ക് തരണം. അവർ പറഞ്ഞു, നിങ്ങൾ എത്ര പൈസ തന്നാലും ഒരു വഴി നിങ്ങൾക്ക് തരില്ല, ഞങ്ങൾക്കത് അവർ മറ്റെന്തെങ്കിലും ഒഴിവഴികൾ പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ അപ്പനും അമ്മയും പ്രായമായിട്ട് വരുന്നു, ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ കയറ്റേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. കുറച്ച് ദൂരം പോകണം, അതല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ് വന്നാൽ എങ്ങനെ വന്നാലും കുറേ സമയം ഞങ്ങൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കസാരയിൽ ഇരുത്തി കൊണ്ടുപോയാൽ മാത്രമേ ഞങ്ങളുടെ എന്തെങ്കിലും രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നടപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആദ്യം എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഞങ്ങളെ കർത്താവ്
കൂടെ നിന്ന് സഹായിച്ച് എന്തെല്ലാം സംരംഭങ്ങൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പോയോ അവിടെയെല്ലാം ദൈവം കൂടെ നിന്ന് നിങ്ങൾ സഹായിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് അത് തന്നെ പറയുന്നു, ഈ വഴിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് ഇതാ ഞങ്ങളുടെ കൂടെ നിന്ന് അധ്വാനിക്കണം, ഒരു വഴി വെട്ടാൻ കർത്താവിനെ കൂടെ വിളിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ കൊണ്ടുവന്ന വെള്ളവും മണ്ണെല്ലാം വെഞ്ചരിച്ച് കൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, അവർ വീട്ടിൽ ചെന്നതിന് പിറ്റേ ദിവസം ആ ചേട്ടന്റെ അപ്പൻ കലശല എന്തോ രോഗം പിടിപെട്ടു. ആ രോഗം പിടിപെട്ട ആ ചേട്ടനെ ഇവര് 2 കസാരയിൽ ഒരു തൂണ് വലിയൊരു കമ്പ് വെച്ച് കെട്ടി, ഒരു മരകഷ്ണം വെച്ച് കെട്ടി അവർ തോളെ വെച്ച് ഈ അപ്പനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ ഇത് കണ്ടു. ആ ചേട്ടനത്തെ കണ്ടിട്ടൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഇവർ ആ കസാരയിരുത്തി ഇവരുടെ കാറ് വേറൊരു വീട്ടിലാണ് ഇടുന്നത്. ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ആശുപത്രി കൊണ്ടുപോയിലാക്കി. അപ്പൊ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നേരത്തെ കൊണ്ടുപോയി ഇവർ എടുത്തുകൊണ്ട് പോയ സമയം കുറച്ച് സമയമൊക്കെ താമസിച്ചു. അപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞെങ്കിലും ഇവരൊന്നും മിണ്ടിയില്ല, വഴിയില്ലെന്നൊന്നും കാര്യമൊന്നും മിണ്ടിയില്ല. അവരപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു വഴി ഞങ്ങൾക്ക് തുറന്നു തരണം, അങ്ങായിക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇങ്ങനെ ഇവർ ചങ്ക് പൊട്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവർ തിരികെ വന്ന്, അപ്പൻ ആശുപത്രിയിലാണ്, അവർ തിരികെ വീട്ടിൽ വന്ന് വൈകുന്നേരം അയൽവക്കത്തെ ചേട്ടൻ മിണ്ടത്തില്ല, കണ്ട ഭയങ്കര വിദ്വേഷത്തിലിരിക്കുന്ന കുടുംബം, ഇവരൊന്നും ചെയ്തിട്ടില്ല. അയൽവക്കത്തെ ചേട്ടൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അപ്പന്? അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വഴി തരാൻ തീരുമാനിച്ചു. അവർക്ക് ഇഷ്ടംപോലെ സ്വത്തുള്ളവരാണ്, നിങ്ങൾ ഒന്നും തരണ്ട, നാട്ടു നടപ്പുള്ള പൈസ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി സ്ഥലത്തിന് എന്ന് പറഞ്ഞ് സ്ഥലം കയ്യിലേക്ക് കൊടുത്തിട്ട് അവർ ഒരു നല്ല മനോഹരമായ വഴി അവർക്ക് വെട്ടിക്കൊടുത്തു എന്നാണ് പറയുക. വെട്ടിക്കൊടുത്ത ചേട്ടൻ ചെയ്തില്ല എങ്കിലും അവർക്ക് അവരുടെ വേദന എന്തായിരുന്നു, ആ വേദനയിൽ കർത്താവ് അവരുടെ കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വഴി നമുക്ക് എല്ലാ വിജയവും, യേശു ക്രിസ്തുവിനെ കൂടെ നിർത്തുക. അപ്പോൾ രോഗമാകട്ടെ, തടസ്സങ്ങളാകട്ടെ, വഴിയോ മറ്റു പലതരത്തിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ മുമ്പിലുണ്ടോ, ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യാൻ ദൈവമായ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് സാധിക്കും, ഒരു കുടുംബത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൽ 8-ാം അധ്യായത്തിൽ 37-ാമത്തെ തിരുവചനം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയെല്ലാം നാം പരിപൂർണ വിജയം നേടിയിരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പരിപൂർണ വിജയം നേടിയിരിക്കുന്നു. കാരണം ഒരു ദൈവവൈതൽ വേദനിക്കുന്നത് കാണാൻ കർത്താവിന് ഇഷ്ടമില്ല. അവൻ രോഗമായിരിക്കുമ്പോൾ, അവൻ തകർന്നിരിക്കുമ്പോൾ, വിദേശത്ത് ഒരു തെറ്റും ചെയ്യാതിരുന്ന സമയത്ത് കാരാഗ്രഹത്തിൽ ജയിലിലും അടയ്ക്കപ്പെട്ട സ്ഥിതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ, തഴയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ കർത്താവ് നിങ്ങളോട് കൂടെ മാറ്റി നിർത്തപ്പെടും. കാരണം ദൈവജനത്തിന്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് എന്റെയും നിങ്ങളെയും ദൈവം, കർത്താവായ ഈശോ. ദൈവജനത്തിന്റെ വേദന കണ്ടിട്ട് ആ വേദനയെ ഓർത്ത് ദുഃഖിക്കുന്ന, ആ വേദനയിൽ ദുഃഖിക്കുന്ന കർത്താവാണ് എന്റെയും നിങ്ങളുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഒരു ദൈവവൈതൽ വേദനിച്ച് അവൻ ദുഃഖിച്ച് കുടുംബത്തിലിരിക്കുമ്പോൾ അവൻ വേദന കാണാതെ പോകുന്ന ഒരു കർത്താവാണ് നമ്മുടേത്. പലപ്പോഴും സാത്താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് ദൈവമക്കളെ അവനെ പ്രേരിപ്പിക്കും. ഇതാ, നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചില്ലേ, നിനക്ക് വിജയം നൽകുന്ന, നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ എന്തേ നിന്റെ രോഗത്തിന് ഒരു ശമനം ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല? ചിലപ്പോൾ പല സ്ഥലത്തും പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടായിരിക്കാം, പലരും അഭിഷേകമുള്ള വ്യക്തികൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും അവർക്കും ഇവർക്കുമെല്ലാം അഭിഷേകം കിട്ടിയിട്ട് എന്തുകൊണ്ട് നിനക്ക് മാത്രം ദൈവം അഭിഷേകം നൽകുന്നില്ല എന്നൊരു ചോദ്യം. അതല്ലെങ്കിൽ ഞാൻ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എല്ലാം നല്ലതുപോലെയാണ് എൻ്റെ ജീവിതം മുഴുവൻ, എനിക്ക് കിട്ടുന്ന ദശാംശം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ എന്തുകൊണ്ട് നിനക്ക് ദൈവം അനുഗ്രഹം നൽകുന്നില്ല? എന്തുകൊണ്ട് നിന്നെ ദൈവം കൂടെ നിന്ന് സഹായിക്കുന്നില്ല? വിജയം നൽകുന്ന കർത്താവ് നിന്നെ എന്തുകൊണ്ട് തള്ളി പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, നിങ്ങളുടെ ദൈവം നിന്ന് പ്രവർത്തിക്കുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ അഭിഷേകമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തവരായിരിക്കാം. അഭിഷേകമില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് ഒരു യോദ്ധാവിനെ പോലെ നിങ്ങളുടെ രോഗത്തിനെതിരെ, നിങ്ങളുടെ സഹനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിക്കുക. ഇനി മറിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, കുമ്പസാരം, പ്രാർത്ഥന, വചനം, ഇതെല്ലാം അനുസരിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു സഹനം തരുന്നത് അതിനപ്പുറം ദൈവം നിങ്ങൾക്ക് മറ്റൊരു വിജയം നൽകാൻ വേണ്ടിയാണ്.
ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു പരാജയം ദൈവം നൽകുന്നുണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ടും ഒരു പരാജയം ദൈവം നൽകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾക്ക് അതിനപ്പുറത്ത് ദൈവം ഒരു വലിയ വിജയം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ദൈവത്തെ പഴിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. നമ്മൾ ദൈവം കൂടെ നിന്ന് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ആ മനുഷ്യൻ മൂലം ദേശം മുഴുവൻ വിജയം കൈവരിക്കും നമ്മൾ കാണുന്നുണ്ട്. അത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 15-16 തിരുലിഖിതങ്ങൾ. പുറപ്പാടിന്റെ പുസ്തകം അത് 14-ാം അധ്യായം 15-16 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേർഡ്സ് 15 and 16. ഇങ്ങനെയാണ് അവിടെ ദൈവജനത്തെ വേദനിക്കുന്ന ദൈവജനത്തിന്റെ ആ ദുഃഖവും ദുരിതവും കണ്ടിട്ട് കർത്താവായ ഈശോ മിശിഹ സഹായകനായി മോശയെ ജനത്തിന്റെ അടുത്തേക്ക് അയക്കുകയാണ്, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക്. അവര് ഈ ഫറവോയുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് ദൈവജനത്തെ വിടുവിച്ച് തേനും പാല് ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ മോശയുടെ കൂടെ ദൈവമുണ്ടായിരുന്നു. ഓരോ സാഹചര്യത്തിലും, തകർച്ചയിലും അതുപോലെ വേദനയിലും ഞെരുക്കത്തിലും പട്ടിണിയിലും ദുരിതത്തിലും എല്ലാം മോശയോടുകൂടെ ഒരു കൂട്ടുകാരൻ എന്നതുപോലെ മോശയോടുകൂടെ ദൈവം പ്രവർത്തിച്ചു വിജയം നൽകാൻ. എന്നാൽ മോശ ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു നിമിഷം മോശ പതറിപ്പോയി. അതാണ് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 15-16 കാണുക. കാരണം മോശ നടന്ന് ഇങ്ങനെ വന്നപ്പോൾ മുമ്പിൽ വലിയൊരു കടൽ, ചെങ്കടൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ മോശ ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന നിമിഷത്തിൽ മോശ അറിയാണ്, ഇതാ ഫറവോയുടെ ഹൃദയം വീണ്ടും കഠിനമായിരിക്കുന്നു. അവൻ ജനത്തെ തിരിച്ചു പിടിക്കാനായി ഇങ്ങോട്ട് രഥങ്ങളും കുതിരകളുമായി അവൻ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. മോശ ചഞ്ചലസ്ഥനായി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് മോശ പൊട്ടിക്കരയാണ്. അപ്പോഴാണ് ദൈവം മോശയോട് പറയുന്നത്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് പറയാണ്, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? നീ എന്തിന് ഭയപ്പെടുന്നു? നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന രാജാവ് നിന്നോട് കൂടെയല്ലേ? ജനത്തിനോട് പറയുക മുന്നോട്ട് പോകാൻ. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ട് ദൈവം ഒരു കാര്യം കൂടെ പറയും മോശയോട്, നിന്റെ കയ്യിലിരിക്കുന്ന വടി ആ ജലത്തിന് നേരെ നീട്ടിപ്പിടിക്കുക, ജനത്തിന് നേരെ നീട്ടിപ്പിടിക്കുക. മോശ ദൈവം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കാതെ മോശ വടി നേരെ മുമ്പിലേക്ക് പിടിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നിന്ന് 21, 22, 23 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, മോശ കടലിന് നീതെ കൈ നീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിന്നോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയായി. വെള്ളം 2 തിട്ടകൾ 2 സൈഡിലേക്ക് മാറി നിന്നു. ജനം വരണ്ട നിലത്ത് കൂടെ അക്കരയെത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ വിജയം നൽകിയത് ആരാ? മോശയാണോ? അല്ല, മോശയുടെ കൂടെ വിജയം നൽകാൻ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചു. ഇതുപോലെ ഒരു ദൈവവൈതൽ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ, അവൻ വിജയം നേടണമെങ്കിൽ ദൈവം കൂടെ നിൽക്കണം. നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയോ, അത് പരാജയത്തിലേക്ക് കുപ്പകുത്തി വീഴുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, വിജയം നൽകുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല. രോഗത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, ആ രോഗം നിങ്ങളെ വിട്ടുമാറുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഹൃദയത്തുറയോടെ കർത്താവിനെ കൂടെ നിർത്തി, എന്റെ രോഗത്തിന്റെ മേൽ കർത്താവിന് ആധിപത്യമുണ്ട്, കാരണം രോഗത്തിന്റെ മേൽ ആധിപത്യമുള്ള രാജാവ്, യോദ്ധാവ് എന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവം അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ഒരു നിമിഷം ചഞ്ചലസ്ഥനായി കരഞ്ഞ് കണ്ണുനീർ പൊഴിച്ചെങ്കിലും മോശയോട് ദൈവം പറഞ്ഞു, മകനെ നീ എന്തിന് കരയുന്നു? നിന്റെ കൈ കടലിൽ നിന്ന് നീട്ടുക എന്ന് കർത്താവ് നമ്മളോട് പറയും. മോശയോട് പറഞ്ഞതുപോലെ, നീ എന്തിന് ദുഃഖിക്കുന്നു? നീ എന്തിന് ആകുലപ്പെടുന്നു? നിനക്ക് ജോലിയില്ലേ? കഷ്ടപ്പെടുന്നുണ്ടോ? ക്ലേശങ്ങൾ സഹിക്കുന്നുണ്ടോ? നിന്റെ കരങ്ങൾ എന്റെ നേരെ നീട്ടുക. ഞാൻ വിജയം നൽകുന്ന കർത്താവാണ്, അഭിഷേകം ചെയ്യുന്ന കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ, അതേ തുറന്ന് ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്തിന് നാനാ ഭാഗങ്ങളിൽ ഇരുന്ന്
വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായി നിറവേറ്റിയിരിക്കും. ഞാൻ നിനക്ക് വിജയം നൽകുമെന്ന് പറഞ്ഞാൽ വിജയം നൽകും. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകും. കാരണം കർത്താവ് നേരും നെറിയുമുള്ള ദൈവമാണ്. അതല്ലാതെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കാറ്റത്തലയുന്ന ഞാങ്ങണ പോലെയുള്ള ഒരാളല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. അതോടൊപ്പം ഹല്ലേലൂയ. വീണ്ടും ദൈവജനത്തിന് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ അതിൽ 6-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുവചനങ്ങൾ. ജനം ഇത്രയേറെ ദൈവം കൂടെ നിന്ന് ചെങ്കടൽ പകുത്ത് അവരെ അക്കരെ എത്തിച്ച ദൈവത്തിന്റെ കരബലം കണ്ടിട്ട് പോലും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ഞങ്ങളെ വിജയിക്കുന്ന, പരാജയത്തിൽ വീഴാതെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന കർത്താവിന് ശക്തി കണ്ടിട്ട് ദൈവജനം അവിടെയും അവർ വീണ്ടും അല്പവിശ്വാസികളായി മാറുകയാണ്. അല്പവിശ്വാസികളായി മാറുകയാണ്. കാരണം അവർക്ക് വീണ്ടും അവർ കരഞ്ഞു നിലവിളിക്കുക. എന്താണ് കരയാൻ കാരണം? ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുവചനങ്ങൾ. അവിടെ അവർ കരയാൻ കാരണം ഇത്രയേ ഉള്ളൂ. കാരണം അവർക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ ജെറിക്കോ കോട്ട എന്ന് പറയുന്ന ഭീമാകാരമായ കോട്ട അവർ കീഴടക്കണം. അതിനകത്തുള്ളിലുള്ളവര് മല്ലന്മാരും വലിയ ശക്തന്മാരും വലിയ കരബലവും അംഗബലമുള്ളവർ, യോദ്ധാക്കൾ, അങ്ങനെ വലിയ ശക്തിയുള്ള മനുഷ്യനാണ് ജെറിക്കോ കോട്ടയ്ക്കകത്തുള്ളത്. അപ്പോൾ മോശ കരഞ്ഞതുപോലെ ദൈവജനം മുഴുവൻ അവിടെ കരയുകയാണ്. ഇനി ഞങ്ങൾക്ക് കാനാൻ ദേശം സ്വപ്നം കാണാൻ പറ്റത്തില്ല. കാനാൻ ദേശം സ്വപ്നം കാണാൻ പറ്റത്തില്ല. അവർ കരഞ്ഞു നിലനിൽക്കുമ്പോൾ ഇതാ വിജയം നൽകുന്ന രാജാവ്, യോദ്ധാവ് ദൈവം അവരുടെ മുമ്പിൽ വന്നിട്ട് പറയും, നിങ്ങൾ എന്തിന് കരയുന്നു? നിങ്ങളെ ഇത്രയും നാൾ സംരക്ഷിച്ചു കൊണ്ടുവന്ന് വന്നത്, നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച എന്നെ നിങ്ങൾ മറന്നോ? ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ജെറിക്കോ കോട്ട ഒരു വലിയ പ്രതിബന്ധമാണെങ്കിൽ ഈ പ്രതിബന്ധത്തെ തകർക്കുവാൻ എനിക്ക് ഒരു നിമിഷം മതി. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക, പ്രവർത്തിക്കുക. ജനത്തിനോട് പറഞ്ഞു, നിങ്ങൾ കോട്ടയുടെ ചുറ്റും 6 ദിവസം ഉച്ചത്തിൽ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും നടക്കുക. നോക്ക, 6 ദിവസം അവർ നടക്കുകയാണ്. 7-ാം ദിവസത്തെ സംഭവമാണ് ഇവിടെ കാണുക. കർത്താവ് മോശയോട് പറഞ്ഞു, അതായത് ഇങ്ങനെയാണ് പറയുക, 7-ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ തന്നെ 7 പ്രാവശ്യം അവർ കോട്ടയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പുരോഹിതന്മാര് കാഹളമെടുത്ത് ഉറക്കെ കാഹളധ്വനി പ്രവർത്തിപ്പിച്ചു. കാഹളധ്വനി പ്രവർത്തിച്ചപ്പോൾ ജോഷുവ പറഞ്ഞു, ജനത്തിനോട് അട്ടഹസിക്കുക. വീണ്ടും വീണ്ടും കാഹളമലി മുഴങ്ങിയപ്പോൾ ജനക്കൂട്ടം ആർത്തട്ടഹസിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ മഹത്വപ്പെടുന്ന സമയത്ത്, കാഹളം മുഴങ്ങിയ സമയത്ത് മല പോലെ അവരുടെ മുമ്പിൽ പ്രതിബന്ധമായി നിന്ന ജെറിക്കോ കോട്ട തകർന്ന് തരിപ്പണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഇത്രയും വലിയ പ്രതിബന്ധമായി ജെറിക്കോ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കിയത് ജനത്തിന്റെ ആർത്ത് വിളിക്കപ്പുറം കർത്താവിന്റെ കരബലം അവിടെ പ്രകടമായി. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. ദൈവജനത്തിന് വിജയം നൽകുന്നത് കർത്താവാണ്. വിജയം നൽകുന്ന കർത്താവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ശക്തി ഉണ്ടായിരിക്കാം, ബലമുണ്ടായിരിക്കാം, പണമുണ്ടായിരിക്കാം. പണം കൊണ്ട് എന്തും നേടാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നവർക്കാണ് ഈ വചനം. ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വിജയവും സാധിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്ത കൊണ്ടോ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ സമ്പാദിക്കാനോ പറ്റും. പക്ഷേ അവയൊക്കെ നമ്മൾ ഒരു ചീട്ട് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കാം. അത് ഏത് നിമിഷമാണ് തകർന്ന് തരിപ്പണമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അവൻ എപ്പോഴും വിജയം നേടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ അതിനെ നമ്മൾ കാണുക. മോശ എപ്പോഴും ദൈവത്തോടെ കൂടെയായിരുന്നു. ദൈവത്തിന്റെ ഒപ്പം നിന്നു. എല്ലാ കാര്യങ്ങളിലും അഭിഷേകം പ്രാപിച്ചു. എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം പോലും മോശ പരാജയത്തിലേക്ക് പോയില്ല. കാരണം മോശ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ദൈവം അവന് കൂടെ നിന്ന് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. മോശ യുദ്ധം ചെയ്യാൻ പോയില്ല. നമ്മൾ കാണുന്നുണ്ട്, മോശ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേൽക്കാർ വിജയിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവജനം വിജയം പ്രാപിക്കണമെങ്കിൽ അത് രോഗത്തിൽ നിന്നോ, തടസ്സത്തിൽ നിന്നോ, ബന്ധനത്തിൽ നിന്നോ, വേദനയിൽ നിന്നോ ദൈവജനം വിടുതൽ പ്രാപിക്കണമെങ്കിൽ കർത്താവായി ഈശോ മിശിഹ ഒരു രാജാവായി, യോദ്ധാവായി നിങ്ങളുടെ മുമ്പേ നടന്ന യുദ്ധം ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതത്തെ ആക്രമിക്കാൻ വരുന്ന സകല തരത്തിലുള്ള തടസ്സക്കെട്ടുകളെയും രോഗശക്തികളെയും കർത്താവ് ഛിന്നഭിന്നമാക്കി കളയാൻ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഒരു രാജാവായി, യോദ്ധാവായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ പ്രിയപ്പെട്ട ഒരു ദൈവജനം വിചാരിക്കും, ഇവനിത് ചെയ്യാൻ പറ്റുമോ, ഇവനിത് കഴിവുണ്ടോ എന്ന് ദൈവജനം വിചാരിക്കും. പക്ഷേ ജനം വിചാരിക്കുന്ന പോലെയല്ല കർത്താവിന്റെ പ്രവൃത്തി. അത് നമ്മൾ വീണ്ടും കാണുന്നത് ബൈബിളിൽ ഒരു സംഭവമുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായം, 1 സാമുവേൽ 17. അതില് അവിടെ നമ്മൾ കാണുന്ന സംഭവം ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ദാവീദും ഗോലിയാത്തും. ഗോലിയാത്ത് പറയുന്ന ഒരു വലിയ മല്ലൻ. അവന്റെ പൊക്കവും അവന്റെ വണ്ണവും അവന്റെ മാർച്ചട്ടയും അവന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ മുഴുപ്പ് പോലും ഇല്ലാത്ത ഒരു കൃഷകാത്രനായ ദാവീദ് ശരിക്കും ഒരു മാർച്ചട്ട എടുത്തിട്ട്, അതിൽ പടച്ചട്ട എടുത്തിട്ട് അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടന്നപ്പോൾ വീണു പോകുന്ന ദാവീദ്. സാവുൾ അവസാനം പടച്ചട്ടയെല്ലാം ഊരി മാറ്റി ദാവീദ് പോവുകയാണ്. സാവുളാണ് പടച്ചട്ട കൊടുക്കുന്നത്. അത് ഊരി മാറ്റിയിട്ട് ദാവീദ് ഇതാ ആ മല്ലന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലും. ദാവീദ് എത്രമാത്രം ധൈര്യമാണ്. ജനം പറഞ്ഞ് ഈ ചെറുക്കൻ ഇപ്പോൾ തന്നെ അവനെ കശകേറി അവനെ പീസാക്കി മാറ്റും എന്ന് ജനം വിചാരിച്ചു. അപ്പൊ അവനെ കണ്ടപ്പോൾ ആ മല്ലൻ ഇങ്ങനെയാണ് പറയുന്നത്, നീ എന്താ ആ പീറ പയ്യലെ, നീ എന്നോട് മത്സരിക്കാൻ വരുന്നോ? എന്നോട് മത്സരിക്കാൻ നിനക്ക് നാണമില്ലേ? നീ കമ്പും കോലുമായിട്ട് എന്നെ എതിർക്കാൻ വരുന്നു, ഞാൻ എന്താ ഒരു പട്ടിയാണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് ചോദിച്ച ദാവീദ് ഒരക്ഷരം മിണ്ടുന്നില്ല. ദാവീദ് വെറും ഒരു ഇടയച്ചെറുക്കൻ. കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. ദാവീദിന്റെ മുമ്പിൽ ആ വലിയ മല പോലെ നിൽക്കുന്ന ആ മല്ലൻ ഒന്നുമല്ല. കാരണം ദാവീദിന്റെ കൂടെ ദൈവമുണ്ട്. യുദ്ധം ചെയ്യാൻ, കീഴ്പ്പെടുത്താൻ, തകർക്കാൻ ദാവീദിന്റെ കൂടെ ദൈവമുണ്ട്. ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കവണിയും 3 കല്ലുകൾ മാത്രം. ഇതാ ദാവീദിനെ കശക്കേറിയാനായിട്ട് അലറിക്കൊണ്ട് പാഞ്ഞു വന്ന ഗോലിയാത്തിന് നേരെ തന്റെ കയ്യിലുണ്ടായിരുന്ന കവണയിൽ വെച്ചിട്ട് ആ 3 കല്ലിൽ ഒരെണ്ണം എടുത്തിട്ട് അതുകൊണ്ട് ആഞ്ഞൊരേറ് കൊടുത്തു. നെറ്റിയിൽ ചെന്ന് പതിച്ചു. ആ നിമിഷം മല പോലെ ഉയർന്നു നിന്ന ആ ഭീമാകാരനായി രാഷ്ട്രതലപ്പുണ്ടായിരുന്ന ഗോലിയാത്ത് നിലം പതിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ ശരീരത്തിൽ കയറി നിന്നിട്ട് അവന്റെ അരയിൽ നിന്ന് വാള് ഊരി അവന്റെ തല വെട്ടി എന്ന് പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളോട് ഞാൻ പറയുമ്പോൾ, ഈ സംഭവം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പതിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മല പോലെയുള്ള പ്രശ്നങ്ങൾ മുമ്പിലേക്ക് വരട്ടെ. കാരണം ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നവനായിരിക്കണം. രോഗങ്ങൾ മുമ്പിലേക്ക് വരട്ടെ, ജോലി നഷ്ടപ്പെടട്ടെ, കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് വിജയം നൽകുന്ന കർത്താവ്, എന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവം, ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് മേൽ ദൈവം അത്ഭുതകരമായി ഇടപെടും. അത് രാക്ഷസനാകട്ടെ, ശക്തിമാനാകട്ടെ, എന്തെല്ലാം തകർച്ചകളാകട്ടെ. ഇനി ഡോക്ടർമാർ പറയാണ് ഈ രോഗി മരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എനിക്ക് വിശ്വാസമുണ്ട്. ഒരു പൈതൽ മരിക്കുമെന്ന് പറയുന്ന ഒരു പൈതൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പൈതലിന് വേണ്ടി ദൈവം അവിടെ ആ സമയത്ത് ഇടപെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സോർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേട്ട സാക്ഷ്യം നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം. നോക്ക്, ശരീരത്ത് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ 10-15 പേരാണ് അങ്ങോട്ട് തള്ളിക്കേറി വന്നത്. നിങ്ങൾ എന്തിനാണ് ഇത്രയും യാത്ര ചെയ്ത് വന്നത്? ആരാ അവിടെ രോഗം സൗഖ്യപ്പെടുത്തിയത്? ആരാണ് അവിടെ രോഗം സൗഖ്യപ്പെടുത്തിയത്? ആ ഡോക്ടർമാരാണോ? സ്കാനിങ്ങുകളാണോ? അല്ല, മറിച്ച് രോഗം സൗഖ്യപ്പെടുത്തുന്ന, വിജയം നൽകുന്ന കർത്താവ് അവരെ കൂടെ നിന്ന് ആ രോഗാണുക്കളെ എന്നേക്കുമായി ശാസിച്ചു. അതിനെ എന്നേക്ക് ശാസിച്ച് നിത്യപാതാളത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വേദനയോർ ദുഃഖിക്കുകയല്ല വേണ്ടത്. മറിച്ച് ദൈവം എന്നെ സഹായിക്കാൻ, എന്റെ രാജാവായി, രക്ഷകനായി, അല്ലെങ്കിൽ ഞാൻ പരാജയത്തിലേക്ക് പിന്നോട്ട് പോകുമ്പോൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ദേശങ്ങൾ, രാജ്യങ്ങൾ
എല്ലാം പിടിച്ചടക്കാൻ എന്റെ കൂടെ കർത്താവ് ഒരു യോദ്ധാവായിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് അഭിഷേകം കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സംരംഭങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ആ സംഭവം എങ്ങനെയാണ്? ഒരു പെൺകുട്ടി വല്ലാർപാടം കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവസാനത്തെ ദിവസം വട്ടായച്ചനാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക. ആ നേതൃത്വ ശുശ്രൂഷയ്ക്ക് ഒരു സഹോദരി കടന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ആ സഹോദരി ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ സഹോദരി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചിട്ട് ഒരു സാക്ഷ്യമാണ് പറയുന്നത്. പ്രാർത്ഥിച്ച് ഇതിനു മുമ്പുള്ള കൺവെൻഷനുകളെല്ലാം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു അഭിഷേകമാണ് വല്ലാർപാടത്ത് നിന്ന് പറയാനായിട്ട് വരുന്നത്. അത് 4 ദിവസം പറയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അതിന് പറയാൻ പറ്റിയില്ല. കാരണം അതിന് പറയാൻ പറ്റില്ലെന്ന് പറയാൻ കയറി ഭയം മൂലം അത് പുറത്തേക്ക് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് പറയാൻ പറ്റണം. അവസാന ദിവസം ആ കുട്ടി സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയുക. ആ കുട്ടി സാക്ഷ്യം എങ്ങനെയാണ്? അത് ആ കുട്ടി B.Ed M.Ed എല്ലാം കഴിഞ്ഞ് കുറേ ഡിഗ്രികൾ അതിനുണ്ട്. ഏതെല്ലാം ഡിഗ്രി ഇത് പഠിക്കാനായിട്ട് പോയാലും അത് ക്ലാസ്സിൽ 1ാം സ്ഥാനത്തായിരിക്കും. ആ ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക്, റാങ്ക് മേടിക്കാനുള്ള മാർക്കുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാം വന്നു കഴിയുമ്പോൾ അതൊരു 10ഉം 11 സ്ഥാനത്തേക്ക് പോകും. കോളേജിൽ 10ഉം 12 സ്ഥാനമുള്ളവർ 1ാം സ്ഥാനത്തേക്ക് എത്തും. ഈ കുട്ടി വളരെ സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു അഭിഷേക അഗ്നി കൺവെൻഷനിലൂടെ അച്ഛൻ്റെ ഏതോ ഒരു വചനം കേൾക്കുകയാണ്. നിനക്ക് വിജയം നൽകുന്ന രാജാവ് ഒരു യോദ്ധാവായിട്ട് നിന്റെ കൂടെയുണ്ട്. അത് ചിലപ്പോൾ യോദ്ധാവായിട്ടും ഒരു യുദ്ധം ചെയ്യുന്ന യുദ്ധസന്നദ്ധ പടച്ചട്ടമുറക്കിയ ഒരു രാജാവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിന്റെ അപ്പൻ നിനക്കെല്ലാം നൽകുന്ന ഒരു സ്വന്തം അപ്പൻ നിന്റെ കൂടെയുണ്ട്. ആ അപ്പൻ ഒരു കുട്ടിയെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ നാശത്തിലേക്ക് വിടാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ഈ കുട്ടി എനിക്കെപ്പോഴും വിജയം നൽകുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കുട്ടി പറയാണ്, ഇനി എനിക്ക് ഒരേ ഒരു പരീക്ഷ കൂടി ബാക്കിയുള്ളൂ. MA പരീക്ഷയുണ്ട്, അതുപോലെ നെറ്റിൻ്റെ പരീക്ഷ എഴുതാനുണ്ട്. കോളേജിൽ പഠിപ്പിക്കാനുള്ള ഒരു എക്സാം, ഈ 2 പരീക്ഷ ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നെറ്റിൻ്റെ ടെസ്റ്റിന് വേണ്ടി, അതിന് പ്രാക്ടീസിന് വേണ്ടി അത് പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു വരുന്ന ടീച്ചർ പറഞ്ഞു, മോളെ നീ ഉടനെ ഒന്ന് പരീക്ഷ എഴുതണ്ട. കാരണം ഞാൻ പോലും ഇത് പാസ്സായിട്ടില്ല. ഞാൻ 5ാം പ്രാവശ്യം എഴുതി. അതുകൊണ്ട് കുറച്ചുകൂടെ ട്രൈ ചെയ്തിട്ട് പഠിച്ച് ഇതായിട്ട് എഴുതിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ആദ്യത്തെ എഴുതിനൊന്നും കിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടി ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ പരീക്ഷ ഞാൻ എഴുതാൻ പോവുകയാണ്. കാരണം ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ എൻ്റെ കർത്താവുണ്ട്. എന്നെ സഹായിക്കും. അവൻ എനിക്ക് വിജയം നൽകും. എനിക്ക് ഉന്നത വിജയം നൽകും. നിസ്സാര വിജയമല്ല, ഉന്നത വിജയം എനിക്ക് നൽകും. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കുന്നില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ടീച്ചറിന് വിശ്വാസമില്ലെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്, വട്ടായച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഈ പെൺകുട്ടി പറയാം. ആ പെൺകുട്ടി അത് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പഠിച്ച് നെറ്റിൻ്റെ എക്സാം എഴുതി. നെറ്റിൻ്റെ എക്സാം കഴിഞ്ഞ് അതിനു വേണ്ടി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്നെ MA പരീക്ഷ എഴുതി 2ന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് വരുന്നത്. നെറ്റിന്റെ എക്സാമിന് ഒരു 12 14 റാങ്ക് പോലെ അത്രയും നല്ല സ്കോറോട് കൂടി അത് പാസ്സായി. അപ്പോൾ ആ പെൺകുട്ടി മനസ്സിലായി, എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകി. എന്നിട്ട് ആ കുട്ടി വീണ്ടും ഇത് കിട്ടിക്കഴിഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ഈശോയെ ഇതാ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എനിക്കിപ്പോൾ വിജയം നൽകുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, അങ്ങ് യുദ്ധം ചെയ്ത് എന്നെ വിജയിപ്പിക്കുന്ന എനിക്ക് ഉറപ്പാണ്. MA ഞാൻ വിജയിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് 1ാം റാങ്ക് എവിടെയും കിട്ടണമെന്ന്. ഞാൻ എല്ലായിടത്തും നന്നായിട്ട് പഠിക്കും, എന്നാൽ എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. കർത്താവേ, ഇന്ന് എനിക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് 1ാം സ്ഥാനം എനിക്ക് നൽകണം. കാരണം എനിക്കറിയാം, അങ്ങ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ഞാൻ 1ാം സ്ഥാനത്തെത്തും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് കുട്ടി ഏറ്റവും അവസാനം സാക്ഷ്യം പറഞ്ഞത്. ഇന്ന് ഈ വചനം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ഒരു പ്രേരണ ഈ സാക്ഷ്യമാണ്. ആ കുട്ടി സാക്ഷി പറഞ്ഞ അവസാനം പറഞ്ഞ എങ്ങനെയാണ്? ആ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ്? MAയുടെ റിസൾട്ട് വന്നപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു ചരിത്രത്തിൽ ഇത്രയും നന്നായിട്ട് സ്കോർ നേടി 1ാം റാങ്ക് നേടിയ ഒരു വിദ്യാർത്ഥി ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇത് നീ എവിടെ നിന്ന് വചനം കേൾക്കുമ്പോഴും ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക. കർത്താവിനെ കൂടെ നിർത്തി നാം കർത്താവിനോടൊപ്പം യുദ്ധം ചെയ്യുമ്പോൾ കർത്താവ് നൽകുന്ന വിജയം മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിജയമായിരിക്കും. അത് അത്യുന്നത വിജയമായിരിക്കും. ഉജ്ജ്വല വിജയം എന്ന് പറയുന്ന ഒരു വിജയമായിരിക്കും. ഇതാണ് ദൈവം നമ്മോട് കൂടെ യുദ്ധം ചെയ്യുമ്പോൾ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ, അത് തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നിനെ കോർത്തും
ഭയപ്പെടേണ്ട, ശക്തനായിരിക്കുക, ധീരനായിരിക്കുക. നിങ്ങൾക്ക് എല്ലാ തരത്തിലും വിജയം നേടിക്കൊണ്ടേയിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു പേടിത്തൊണ്ടനെ കാണും. മിദ്യാൻകാരനെ ഭയപ്പെട്ട് ഒളിച്ച് അവനൊരു മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദൂതൻ വന്നിട്ട് ഗിദെയോനോട് പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. മിദ്യാൻകാരെ പരാജയപ്പെടുത്താൻ നീ യുദ്ധം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ആ ശക്തി സ്വീകരിച്ച് ഗിദെയോൻ കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ് കർത്താവിനെ കൂടെ നിർത്തി ഒരു യോദ്ധാവിനെ പോലെ ദൈവത്തെ കൂടെ നിർത്തി യുദ്ധം ചെയ്ത് മിദ്യാൻകാരെ പരാജയപ്പെടുത്തി എന്ന് പറയുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ ഓർത്ത് ഭയമുണ്ടോ, ദുഃഖമുണ്ടോ, ആകുലതയുണ്ടോ, വേദനയുണ്ടോ? ഞാൻ പറയും, നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ നിങ്ങൾ നിർത്തിയിട്ടില്ല. നിങ്ങൾ യേശുവിനെ വിളിക്കുന്നുണ്ട്, യേശുവേ 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 എന്ന് വിളിക്കുമ്പോഴും ഒരു സംശയം മനസ്സിലുണ്ട്. എന്റെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തുമോ? എന്റെ കർത്താവ് എന്റെ കടബാധ്യത ഏറ്റെടുക്കുമോ? കാരണം ഒരു സംശയം, ദൈവത്തെക്കുറിച്ച് ഒരു സംശയം. ആ സംശയം അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അഭിഷേകം പ്രാപിക്കുകയില്ല, നിങ്ങൾ അഭിഷേകം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ കുഴപ്പമല്ല. കർത്താവായ ഈശോ മിശിഹായുടെ കാലഘട്ടത്തിൽ കർത്താവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും ഇങ്ങനെ ഒരു ഭയത്തോടുകൂടെ ഒരാകുലതയോടെ ഇരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കൺമുമ്പിൽ സംഭവിച്ചിട്ട് പോലും കുരുടന്മാരുടെ കണ്ണുകൾ തൽക്ഷണം തുറക്കുന്നു. അതായത് നാവുകൾ കെട്ടിയിട്ടിരിക്കുന്ന നാവുകൾ തൽക്ഷണം പിടിവിക്കുന്നു. പിശാച് ബാധയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തൽക്ഷണം സൗഖ്യം പ്രാപിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു. ഇതെല്ലാം കൺമുമ്പിൽ കണ്ടു. മരിച്ചു കിടക്കുന്ന ബാലിക തൽക്ഷണം ചാടി എഴുന്നേൽക്കുന്നു. ഇതെല്ലാം കണ്ടിട്ടും കർത്താവിന്റെ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. കർത്താവിന്റെ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഇതാ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനം കാണുന്നുണ്ട്. അതിന് പുറകോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ കാണും അതിന്റെ സംഭവം. കർത്താവ് കടലിനെ ശാന്തമാക്കുന്നതാണ് കാണുക. കർത്താവ് അവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ വഞ്ചിയിൽ തലചായ്ച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത്, രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, ഏതോ യാമത്തിൽ കടൽ പ്രക്ഷുബ്ധമായി തിരമാലകൾ ഉയർന്നു പൊന്തി ആ കപ്പലിനെ മുക്കുന്ന സമയമായപ്പോൾ അവർ ഉറക്കം വിളിച്ചു, അയ്യോ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാതെ അവർ കരഞ്ഞു നിലവിളിക്കുകയാണ്. എന്നിട്ട് അവർ കരഞ്ഞു നിലവിളിക്കുമ്പോൾ ഈശോ എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? കർത്താവ് ചോദിക്കുക. എന്നിട്ട് എഴുന്നേറ്റിട്ട് കർത്താവ് കൈകൾ ഉയർത്തി കടലിനെയും കാറ്റിനെയും അവിടുന്ന് ശാസിച്ച്, അപ്പോൾ കടല് ശാന്തതയായി. അത് വീണ്ടും പഴയ രീതിയിൽ അവർ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവവൈതലേ, ജീവിതമാകുന്ന യാത്രയിൽ നമുക്കിതുപോലെ കാറ്റും കോളും ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകും. കാരണം എപ്പോഴും പരവതാനി വിരിച്ച ഒരു പട്ടുമത്തയിലൂടെ നടന്നു പോകുന്ന ഒരു ദൈവത്തിനാണ് ഞാൻ നിങ്ങളെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് രോഗം വരും, ചിലപ്പോൾ കടബാധ്യത വരും, ചിലപ്പോൾ മുമ്പിൽ ജെറിക്കോ കോട്ട പോലെയുള്ള വലിയ പ്രതിബന്ധങ്ങൾ വരില്ല എന്ന് പറയാം. കാരണം എപ്പോഴും സന്തോഷം മാത്രമാണെങ്കിൽ ഇന്ന് ലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി, നമ്മൾ ആഗ്രഹിക്കുന്ന ശമ്പളം, നമ്മൾ ആഗ്രഹിക്കുന്ന ഭാര്യ, നമ്മൾ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം, ഇതാണെങ്കിൽ ഇന്ന് ലോകം എന്തായിരിക്കും സ്ഥിതി? പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഇതിന് സന്തുലിതാവസ്ഥ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ദൈവജനം ദൈവത്തെ ആരാധിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ കഴിവ്, എൻ്റെ ശക്തി ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനാണെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു രോഗം, ഒരു കടബാധ്യത, ഒരു ഭവനമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വഴിയില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കുടുംബ സന്തോഷമില്ല, സമാധാനമില്ല, ജീവിതങ്ങൾ ലഭിക്കുന്നില്ല, മക്കൾ ജനിക്കുന്നില്ല, ഇങ്ങനെ പ്രതിബന്ധങ്ങൾ മുമ്പിലേക്ക് വരും. പ്രതിബന്ധങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കർത്താവ് പറയുന്നു, നീ എന്നെ വിളിക്ക്, നിന്റെ കൂടെ നിർത്ത്. രാജാവായിട്ട്, രക്ഷകനായിട്ട് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ കൂടെ നിർത്തുക. അപ്പോൾ ദൈവം നിന്റെ കൂടെ വന്നു നിന്ന് എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വന്നിട്ട് ഇങ്ങനെ പറയും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 27-ാമത്തെ ലിഖിതം, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. രോഗിയോട് പറയും, ധൈര്യമായിരിക്കുക, ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞ് ആ രോഗിയുടെ മേൽ അഭിഷേകം ചെയ്യും. ജോലിയില്ലേ, ഭയപ്പെടേണ്ട, നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ നൽകാൻ കഴിവുള്ള കർത്താവാണ് ഞാൻ, നിന്റെ ദൈവം.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുക, ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക. എന്റെ വിശ്വാസം ഇങ്ങനെയാ: എന്റെ സ്വർഗീയ പിതാവ്, എന്റെ രാജാവ്, എന്റെ ദൈവം, എന്റെ അപ്പൻ സ്വർഗത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കയ്യിലിരിക്കുക. സമ്പത്ത് വേണ്ടവർക്ക് സമ്പത്ത്, ഭവനം വേണ്ടവർക്ക് ഭവനം, വീട് വേണ്ടവർക്ക് വീട്, ഇനി ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം. അത് കർത്താവിന്റെ കയ്യിലിരിക്കുക. ഹല്ലേലൂയ. മനസ്സോടെ ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് ഒന്ന് പറഞ്ഞാൽ, എന്റെ കൂടെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ജൈവജനത്തിന്റെ കാര്യം, ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ അത് പിറ്റേ ദിവസം തന്നെ എനിക്ക് ലഭിക്കുന്ന ചെറിയ അനുഭവങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, എനിക്കൊരു ദിവസം ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഒരു ആഗ്രഹം, ഒരു ഭക്ഷണം എനിക്കൊന്ന് കഴിക്കണം. അത് വലിയ വലിയ കാര്യമുള്ള ഭക്ഷണമൊന്നുമല്ല, ചെറിയൊരു ഭക്ഷണമാണ്. ആ പേര് പറയുന്നില്ല. ആ ഒരു ഭക്ഷണം, അത് കിച്ചണിൽ ചെന്ന് പറഞ്ഞാൽ എനിക്കത് ഉണ്ടാക്കി തരും. അതെനിക്കറിയാം, ഉണ്ടാക്കി തരും. വട്ടാഴ്ച പറഞ്ഞ അച്ഛന് എന്ത് ആവശ്യമുണ്ടെങ്കിലും കിച്ചണിൽ നിന്ന് പറയുക, അവരുണ്ടാക്കി തരും. അത് എനിക്കിന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, അത് വേണ്ട, അതിൻ്റെ കൂടെ വേറെ സാധനം കൂടെ വേണം, അത് രണ്ടും കൂടെ എനിക്കിന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഭക്ഷണമൊന്നും ചോദിക്കാറില്ല, എന്നാലും ചോദിക്കാനും പോകാൻ മടി. പക്ഷെ ഞാൻ കിടന്നുറങ്ങി. പ്രിയപ്പെട്ട, നേരം വെളുത്ത് കുർബാന കഴിഞ്ഞ് ചുമ്മാ ഊട്ടുശാലയിൽ ചെന്ന് നോക്കിയപ്പോൾ അന്നത്തെ ഭക്ഷണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, ആ ഭക്ഷണവും ആ കറിയും അതിനോട് ചേർന്ന മറ്റൊരു സാധനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെ നിൽക്കുന്ന വ്യക്തി അവന്റെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നോ അതുപോലെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ, അതിനകത്ത് ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ജോലിയില്ലാതെ ഇപ്പൊ കഷ്ടപ്പെടുന്ന ദൈവജനമേ, ഭയപ്പെടേണ്ട. കർത്താവ് നിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞിട്ട് നിനക്ക് വിജയം നൽകും. കുഞ്ഞുങ്ങളില്ലേ, ഭയപ്പെടേണ്ട, പ്രാർത്ഥിക്കുക. രോഗിയായി മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ, വിശ്വാസത്തോടെ എന്റെ കൂടെ കർത്താവുണ്ട്, മരണത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ദൈവമായ കർത്താവിലാണ്. പറഞ്ഞേ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോക്കുക, കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചവരെല്ലാം ദൈവം അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ കാണുന്ന പഴയ നിയമത്തിൽ ഗിദെയോൻ, സാംസൺ, മോശ, ജോസഫ്, ഓരോ വ്യക്തികളുടെ മേൽ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം കൂടെയില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഒളിസങ്കേതങ്ങളിൽ ഒളിച്ചിരുന്ന കർത്താവിന് ശിഷ്യന്മാര് ഈശോ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർ എത്രമാത്രം ശക്തമായിട്ടാണ് പ്രവർത്തിച്ചത്. പത്രോസ്ലീഹ എഴുന്നേറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഭരണാധിപന്മാരെ, രാജാക്കന്മാരെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇപ്പോൾ വിചാരണയ്ക്കായി നിർത്തിയിരിക്കുന്നത്? എന്ത് കുറ്റമാണ് നിങ്ങൾ ഞങ്ങൾ വരുത്തിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഒരു മുടന്തന് സൗഖ്യം കൊടുത്താണ് നിങ്ങളുടെ മുമ്പിലുള്ള കാരണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്ത് കാരണത്താലാണ് ഞങ്ങൾ, ഏത് നാമത്തിലാണ് ഞങ്ങൾ അവനെ സൗഖ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുകയും അടിച്ച് കുരിശിൽ തറച്ച് പീഡിപ്പിച്ച് കുരിശിൽ തറച്ച് കൊല്ലുകയും, എന്നാൽ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത കർത്താവായ യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ അവനെ സൗഖ്യപ്പെടുത്തിയത്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഒരു വിടുതനെ സൗഖ്യപ്പെടുത്തിയെങ്കിൽ ഈ ഉദ്ധിതനായ കർത്താവ് ഞങ്ങളുടെ കൂടെ, ഞങ്ങളെ സംരക്ഷിക്കാൻ, വിജയം നൽകാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കഴുത്തു പോകുമെന്ന് വന്നാലും പത്രോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, പത്രോസ് ഉൾവലിഞ്ഞ് ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും കർത്താവിന് സാക്ഷ്യം പറയാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന മനുഷ്യൻ ദൈവത്തെ കൂടെ നിർത്താൻ തുടങ്ങിയപ്പോൾ അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർ എഴുതിയ ലേഖനത്തിൽ അതിൽ 11-ാം അധ്യായത്തിൽ 32, 33, 34 തിരുവചനങ്ങൾ. ഗിദെയോൻ, ബാറാഖ്, സാംസൺ, ജെഫ്ത, ദാവീദ്, സാവൂൾ, ഇവരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയമേറെ വേണം. അവർ വിശ്വസ്തയോടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പിലാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ ശക്തരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെല്ലാം, ഈ ഗിദെയോനും ബാറാക്കും സാംസനും ജെഫ്തായും ദാവീദും സാവൂളും പ്രവാചകന്മാരും എല്ലാം അവരുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ കീഴ്പ്പെടുത്തിയതും, സിംഹത്തിന്റെ വായ്കൾ പൂട്ടിയതും, അഗ്നിയെ ശമിപ്പിച്ചതും, വിദേശ സേനകളെ കീഴ്പ്പെടുത്തിയതും അവരുടെ കരബല കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് അവർ
ദൈവത്തിന്റെ ശക്തിയെ കൂടെ നിർത്തി പ്രവർത്തിപ്പിച്ചു. ദൈവത്തിന്റെ ശക്തിയെ കൂടെ നിർത്തി പ്രവർത്തിച്ചു. സാംസൺ ഒരു സാധാരണക്കാര മനുഷ്യനായിരുന്നു. സിംഹം കടിച്ചു കയറാണ്ട് പാഞ്ഞു വന്നപ്പോൾ കരങ്ങൾ ഉയർത്തി പിടിച്ചു, കർത്താവേ. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചു. ദൈവം അവനെ കൂടെ നിന്നു. അവനെ കടിച്ചു കയറാൻ വന്ന സിംഹത്തെ വലിച്ചു കീറി 2 കഷ്ണങ്ങളാക്കാൻ സാംസന് സാധിച്ചു. ഇതുപോലെ ഒരു ദൈവവൈതലിന് ഇതേ ശക്തിയും ഇതേ അഭിഷേകവും ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. അതിന് അവന്റെ ജീവിതത്തിൽ അവന്റെ ബലഹീനതകളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, നീ എന്റെ ബലഹീനതയിൽ എന്റെ കൂടെ നിൽക്കണം, എന്റെ രോഗത്തിൽ എന്റെ കൂടെ നിൽക്കണം, എന്റെ കുടുംബത്തിൽ നിൽക്കണം, എന്റെ മക്കളോട് കൂടെ വേണം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നവരെ വരെയും ദൈവത്തെ കൂടെ നിർത്തി നമ്മൾ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ദൈവ വിചാരത്തോട് എഴുന്നേൽക്കണം. അപ്പോൾ ദൈവം കൂടെ നിൽക്കുന്ന വലിയ അഭിഷേകം, വലിയ സന്തോഷം, വലിയ കൃപ, ഒരു തിന്മയിലേക്ക് പോകാൻ, ഒരു അശുദ്ധിയിലേക്ക് പോകാൻ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. മനസ്സോർന്ന് ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ അവിടുന്ന് തുരുത്തി ഓടിക്കും. കാരണം നമുക്കെതിരെ വരുന്ന ചെറിയ രോഗങ്ങൾ ഇതൊക്കെ വെറും നിസ്സാരമാണ് ദൈവത്തിന് മുമ്പിൽ. നമുക്ക് എതിരെ വരുന്ന ശത്രുക്കൾ വെറും നിസ്സാരങ്ങളാണ്, ഒന്നുമില്ല, വെറും നിസ്സാരം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഞാനൊരു മെസ്സേജ് വായിച്ചിങ്ങനെയാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ മെസ്സേജ് പറയാണ്. ഇതാ ആ കുട്ടി പറയാണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ കൂടെ എഴുന്നേൽക്കും, കർത്താവിനോട് ഗുഡ് മോർണിംഗ് പറയും, കർത്താവിനെ എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതുമ്പോൾ കർത്താവിനെ എന്റെ കൂടെ ഇരുത്തും, ഞാൻ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെ എന്റെ കൂടെ ഇരുത്തും, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവിനോട് കൂടെ ആസ്വദിക്കും, ഞാൻ രാത്രി കിടങ്ങുമ്പോൾ കർത്താവിനോട് കിടന്ന് ഉറങ്ങും. കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ കർത്താവിനെ കൂടെ ഇരുത്തുന്നതിന് മുമ്പ് രാത്രിയിൽ കിടക്കുമ്പോഴും നടക്കുമ്പോഴും അതേപോലെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികളും എന്നിലേക്ക് കടന്നു വരുമായിരുന്നു. അത് കൂട്ടുകാർ വഴിയും മാതാപിതാക്കൾ എവിടെയായിരുന്നാലും. പക്ഷേ എന്നെല്ലാം ഞാൻ ദൈവത്തെ എൻ്റെ കൂട്ടുകാരനായി എൻ്റെ കൂടെ നിർത്താൻ തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് വലിയ അഭിഷേകം കിട്ടി. അതുകൊണ്ട് ആ കുട്ടി പറയാണ്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ തന്നെ പറയുക, നിങ്ങളും യേശുവിനെ കൂടെ നിർത്താനായിട്ട് നോക്ക്, യേശുവിനെ കൂടെ നിർത്ത്. അപ്പോൾ ഒരു സ്ഥലത്തും നിങ്ങൾ പരാജയപ്പെടുകയില്ല. യേശുവിനെ കൂടെ നിർത്തുക. അപ്പോൾ ഒരു രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ആ രോഗത്തിന്റെ വേദനകൾ സഹിക്കാൻ ദൈവം കൂടെ ഉണ്ടാകും. കാരണം ഇങ്ങനെയാണ് പറയുക, ഒരുവൻ സഹിക്കുമ്പോൾ അവനോടുകൂടെ സഹിക്കാൻ കർത്താവുണ്ട്, ഒരുവൻ സന്തോഷിക്കുമ്പോൾ അവനോട് സന്തോഷിക്കുവാൻ കർത്താവുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ദൈവജനത്തിന് വേണം. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ, അത് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്കെതിരെ വരുന്ന ചെറുതും വലുതുമായ രോഗങ്ങളും പീഡകളും തകർച്ചകളും ഇതെല്ലാം ദൈവത്തിന് നിസാര സമയം വഴി അത് എടുത്തു മാറ്റാൻ പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. 2 മക്കബേർ 8:18 വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്. 2 മക്കബേർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകത്തെയും തന്നെ തന്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തൻ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിന് ഭയപ്പെടണം? ഹല്ലേലൂയ. ഭയമുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ കൂടെ സർവശക്തന്റെ അഭിഷേകമില്ല. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകത്തിന് തന്നെ അങ്കുലി ചലനം, വെറും ചെറുവിരലിന്റെ ഒരു അനക്കം മാത്രം മതി. അപ്പോൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സർവശക്തൻ കൂടെ വേണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം നമ്മളിലേക്ക് വേണം. ഇത്രത്തോളം വിശ്വാസം നമുക്ക് പോരാ, ഇനിയും വേണം, ഇനിയും വേണം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ, കർത്താവേ, എനിക്ക് അങ്ങനെയുള്ള വിശ്വാസം ഓരോ ദിവസവും പടിപടിയായി വർദ്ധിക്കണം. പ്രിയപ്പെട്ട, എപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് ശുശ്രൂഷയിൽ ഒരു പടി മുന്നോട്ട് പോകാൻ അച്ഛനെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, മനസ്സോർത്ത് ഹല്ലേലൂയ. ചങ്കുപൊട്ടി തകർന്ന് ദൈവം മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ പറയും, ഭയപ്പെടേണ്ട. അവരോടെല്ലാം ഞാൻ പറയും, ഭയപ്പെടേണ്ട, നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കും. കാരണം ദൈവത്തിന് നിന്നെ സംരക്ഷിക്കാനേ പറ്റുകയുള്ളൂ. ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുക. എന്നിട്ട് ഹൃദയത്തിലെ മാലിന്യങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് കർത്താവിനെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഒരു ദൈവവിധൽ അഭിഷേകം പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ, അത് തന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ശക്തി എന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണം, ദൈവത്തിന്റെ അഭിഷേകം എന്റെ കൂടെ ഉണ്ടാകണം. ഒരു രാജാവായിട്ടും യോദ്ധാവായിട്ടും കൂട്ടുകാരനായിട്ടും സൗഖ്യദായകനായിട്ടും എങ്ങനെയൊക്കെയാണോ ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുക. ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ എന്റെ കർത്താവ് എന്റെ കൂടെ ഇന്റർവ്യൂ പങ്കെടുക്കട്ടെ. ഞാനൊരു മാനേജറെ കാണാൻ പോകുമ്പോൾ എന്റെ കൂടെ നിന്ന് കർത്താവ് സംസാരിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി ഒരു ഡോക്ടറായിട്ട് മാറും, ദൈവം എനിക്ക് വേണ്ടി എന്റെ കടബാധയിൽ ഇടപെടും. കാരണം ഇടപെടണമെങ്കിൽ ദൈവം എന്റെ കൂടെ വേണം. അതാണ് ആദ്യം പറഞ്ഞത് അച്ഛൻ. ദൈവം എന്റെ കൂടെ വേണം. രാജാവായിട്ടും സ്നേഹിതനായിട്ടും രക്ഷകനായിട്ടും ഉറ്റവനായിട്ടും ഉടമനായിട്ടും പിതാവായിട്ടും മാതാവായിട്ടും പുത്രനായിട്ടും ദൈവം നമ്മുടെ കൂടെ വേണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ കൂടെ നിർത്തിയ ഏത് പ്രതിബന്ധവും നമ്മൾക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും പഴയ നിയമത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യൂദിത്തിന്റെ പുസ്തകത്തിൽ അസിറിയയുടെ സൈന്യാധിപനായ ഹോളോഫർണസ് എല്ലാ തരത്തിലുള്ള തിന്മയും മ്ലേച്ഛതയും കലർന്നുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന്റെ പ്രവർത്തികൾ കൊണ്ട് ജനം പൊറുതിമുട്ടി. ഒരു മനുഷ്യൻ അവനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ നോക്ക്, വെറും നിസ്സാരയായ യൂദിത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഴുതിട്ട് പറയാൻ, ഞാൻ അവനെ കീഴ്പ്പെടുത്താം. കാരണം അവള് വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ കൂടെ ദൈവമുണ്ട്, ഇവനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി എന്റെ കർത്താവ് എനിക്ക് നൽകും, എന്റെ ദൈവം എനിക്ക് നൽകും. അവൾ ഒരു ആയുധമോ ഒന്നും കയ്യില്ലാതെ ഹോളോഫർണസിന്റെ അവൾ പാളയത്തിലേക്ക് യാത്ര ചെയ്യുക. ആ പാളയത്തിലേക്ക് യാത്ര ചെയ്ത അവൾ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നത് 13-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുക. 4-5 അവള് ചെന്ന് കയറി കഴിയുമ്പോൾ ഹോളോഫർണസ് ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ വ്യക്തിയെ കാണുമ്പോൾ അവള് ആ സൈഡിൽ നിന്നിട്ട് കുറെ നേരം പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. 4-5 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്: സർവശക്തനായ ദൈവമായ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറുസലേമിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള എന്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. ജെറുസലേമിന്റെ മഹത്വത്തെ കുറിച്ച് എന്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, എന്റെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾ ഹോളോഫർണസിന്റെ തലക്കീഴിൽ കിടന്ന് വാളെടുത്തിട്ട് കഴുത്ത് വെട്ടി, 2 വെട്ടിനെ കഴുത്ത് കയ്യിലേക്ക് എടുത്തു. ഒരു തുണി പൊതിഞ്ഞ് ശരീരം താഴത്തേക്ക് ഇട്ടിട്ട് ശിരസുമായി നടന്ന് നീങ്ങി എന്നാണ് വചനം കാണുക. ഹല്ലേലൂയ. ഒരാള് അവന്റെ നേരെ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രേ ശക്തനായിരുന്ന ഹോളോഫർണസിനെ ഒറ്റ നിമിഷം കൊണ്ട് വെട്ടി തുണ്ടവാക്കുവാൻ ശക്തി കൊടുത്തത്, യൂദിത്തിന് ശക്തി കൊടുത്തത് ആരാ? യൂദിത്തിന് അഭിഷേകം കൊടുത്തത് ആരാ? യൂദിത്തിന്റെ കൂടെ ദൈവം നിന്ന് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ഒരു ഭീരുവിനെ പോലെ മാറി നടന്നെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നീട് കർത്താവിനെ കൂടെ നിർത്തി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ പത്രോസിന് നിഴലടിച്ചവർ സൗഖ്യപ്പെട്ടില്ലേ? പത്രോസിന് നിഴലടിച്ചവർ സൗഖ്യപ്പെട്ടില്ലേ? വീണ്ടും കർത്താവിനെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ കർത്താവിനെ കൂടെ നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കാരാഗൃഹത്തിലായിരുന്ന പൗലോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണില്ലേ? ഇതെല്ലാം വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. വീണ്ടും പൗലോസ്ലീഗായുടെ നേരെ ചീറിയടിച്ചു വരുന്ന മാന്ത്രിക നേരെ കൈകൾ ഉയർത്തി അവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തില്ലേ? ഒരു പെൺകുട്ടി പിശാച് ബാധയിലൂടെ കടന്നു വന്നപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചപ്പോൾ പിശാച് വിട്ടുപോയില്ലേ? എങ്ങനെയാ സംഭവിച്ചത്? അത് പൗലോസിന്റെ കഴിവാ, പത്രോസിന്റെ കഴിവാ? സ്വന്തം കഴിവല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ദൈവം അവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം എന്ന് ജനം പറയാൻ സാധിച്ചു. ദൈവജനത്തെ വിടുവിക്കാനുള്ള അഭിഷേകം കൊടുത്തു. ഇത് ദൈവം അവരുടെ കൂടെ ഉള്ളപ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ, അതിനകത്ത് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സിംഹത്തിന്റെ വായ്കൾ പൂട്ടാനും നരക കവാടങ്ങളെ അത് അടച്ചിടാനും നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ തോൽപ്പിക്കാനും ദൈവം കൂടെ നിന്ന് മതിയാവും. ചെങ്കടൽ വഴിമാറൽ, ചെങ്കടൽ 2ആയി പിഴിയട്ടെ, ജോർദാൻ പിന്നോട്ട് മാറട്ടെ. ഇതിന് ശക്തി വേണമെങ്കിൽ ദൈവം കൂടെ വേണം. ജോർദാൻ പിന്നോട്ട് മാറാൻ, ചെങ്കടൽ പിളർക്കാൻ, സിംഹത്തിന്റെ വായ്കൾ പൂട്ടാൻ, സിംഹത്തെ വലിച്ചു കീറാൻ ശക്തി വേണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ കൂടെ വേണം. ദൈവം കൂടെ വേണം. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. അഗ്നിയെ നിങ്ങൾക്ക് ശമിപ്പിക്കണമെങ്കിൽ, രോഗത്തെ നിങ്ങൾ വിട്ടുമാറി പോകണമെങ്കിൽ ദൈവം കൂടെ നിന്നേ മതിയാവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിബന്ധങ്ങളായിട്ട് എല്ലാം നിൽക്കട്ടെ. ഈ ലോകത്തിന്റെ എല്ലാ ആധിപത്യങ്ങളും നിങ്ങൾ കുടികൊള്ളട്ടെ. എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താനായിട്ട് പറ്റില്ല, അവന്റെ കുടുംബത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഹൃദയത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം പറയും, നീ ഇങ്ങനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും വചനം കേട്ട് നടന്നോ, എന്നിട്ട് ഇത്ര നാൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പറയണം, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കാരണം ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ കൂടെയുണ്ട്.
പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സുറന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. അതോടൊപ്പം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം. ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ദൈവത്തെ കൂടെ നിർത്തി പ്രവർത്തിക്കുക. ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ് പരാജയത്തിലേക്ക് ഓരോ കാര്യം ചോദിക്കുമ്പോൾ പറയും, അച്ഛാ ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, അച്ഛനൊന്ന് പറ. ഞാൻ പറയും, നീ നിന്റെ യേശുവിനെ കൂടെ നിർത്തുക, നിന്റെ ദൈവത്തെ കൂടെ നിർത്തുക, മുന്നോട്ട് പോവുക. മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് പോകരുത്. എന്നിട്ട് നീ വചനമനുസരിച്ചും യേശുവിനെ കൂടെ നിർത്തി മുന്നോട്ട് പോവുക. ആ മുന്നോട്ട് പോയി അവന് ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ ആ ബിസിനസ് ഈ കേരളത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച് ഗൾഫ് രാജ്യത്ത് 2 സ്ഥാപനങ്ങളാണ് അവന്റെ പേര് പ്രവർത്തിക്കുക. പ്രിയപ്പെട്ട ഒരു വിദ്യാഭ്യാസം എത്രയുണ്ട്? SLC മാത്രം പഠിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. അവൻ അറിയാവുന്ന ആകത്തുള്ള ഒരു തൊഴിലാണ് ജിംനേഷ്യം. കൈയും കാലും മസിൽ പിരിപ്പിക്കാനുള്ള. പ്രിയപ്പെട്ട എന്നോട് അവൻ എങ്ങനെയാ പറഞ്ഞത്? ഞാൻ ഷാപ്പിൽ ഇന്ന് കള്ള് വിളമ്പി കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, നീ നിന്റെ ആ തിന്മ ഉപേക്ഷിച്ചിട്ട് നിനക്കറിയാവുന്ന പണി നീ ചെയ്തോ. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ ഒരു ജിംനേഷ്യത്തിന് നല്ലൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ 10 ലക്ഷം രൂപ എങ്കിലും വേണം കുറഞ്ഞത്. എൻ്റെ കയ്യിൽ ഒരു നേരത്തെ ചായക്കുള്ള പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, നിന്റെ കൂടെ നടക്കുന്ന ദൈവം നിന്നെ സഹായിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നീ മുന്നോട്ട് പൊക്കോളുക. അവൻ അന്ന് മുതൽ അവന് 10,000 രൂപ അങ്ങനെ സാലറിയുള്ള മദ്യഷാപ്പിലെ ജോലി ഒഴിവാക്കിയിട്ട് ദൈവത്തെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എറണാകുളം ദേശത്ത് അറിയപ്പെടുന്ന ദേവാലയത്തിൽ 5 മണിക്ക് പോയി കൈവിരിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ കൂടെ നിൽക്കണം, എനിക്ക് വിജയം നൽകണം. തൊട്ടടുത്ത പള്ളികളിലൊക്കെ കൺവെൻഷൻ ചെല്ലുമ്പോൾ അവൻ ഓടി വന്ന് പറയും, അച്ഛാ എനിക്കൊന്നും കിട്ടുന്നില്ല, ഇനി എന്ത് ചെയ്യും? ഞാൻ പറയും, നിന്നെ രക്ഷിക്കാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിനക്ക് വിജയം നൽകുന്ന ദൈവം. അവൻ മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ ഒരു സഹോദരി എന്നിട്ട് പറയും, മോനെ നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, എനിക്കൊരു ജോലിയില്ല. അപ്പൊ ആ ചേട്ടത്തി ചോദിച്ചു, നിനക്ക് എന്ത് ജോലി അറിയാം? അവൻ പറഞ്ഞു, എനിക്ക് ആ പടം അറിയാവുന്നത് ജിംനേഷ്യം പഠിപ്പിക്കാൻ അറിയാവുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരി പറഞ്ഞു, നിനക്ക് ഞാനൊരു 10 ഒരു സ്ഥാപനം തുടങ്ങാനുള്ളത് തരാം, നിനക്ക് കിട്ടുന്ന ലാഭം പലിശയൊന്നും വേണ്ട, ലാഭം എൻ്റെ പൈസ അടിച്ചു തീർക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ജിംനേഷ്യം സ്ഥാപനം അവനോട് തുടങ്ങി. ഇവൻ അതിനുവേണ്ടി രാവിലെ വിശുദ്ധ കുർബാനയും അതുപോലെ ജപമാലയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ ഇവന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവാക്കൾക്കൊക്കെ ഇത് വലിയ തീക്ഷ്ണതയായി മാറി. ദൈവത്തെ കൂടെ നിർത്തിയാണ് അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലായിരിക്കാം, ഓരോ പ്രവൃത്തിയും ഈശോവിനെ കൂടെ നിർത്തി പ്രവർത്തിക്കുക. അങ്ങനെ അവൻ പ്രവർത്തിച്ച് അവന്റെ ജീവിതത്തിൽ വലിയ വിഷയങ്ങൾ, അതായത് ലോകത്തിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ചില വ്യക്തികളൊക്കെ അവന്റെ ജിംനേഷ്യത്തിൽ വന്ന് അവനോട് പ്രാക്ടീസ് കൊടുക്കണമെന്ന് പ്രത്യേകം പറയാൻ തുടങ്ങി. അങ്ങനെ അവൻ നല്ലൊരു സ്ഥാപനം മുന്നോട്ട് പോയി തുടങ്ങി. അവന്റെ കീഴിൽ ധാരാളം ആളുകൾ വേറെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ആളായി. വേറെ സ്ഥാപനം തുടങ്ങി. ഒന്ന് രാവിലെ ഒരു സ്ഥലത്താണെങ്കിൽ വൈകുന്നേരം വേറൊരു സ്ഥലത്ത്. അങ്ങനെ അവന്റെ കൂടെ കീഴ് ജോലിക്കാർ ഒത്തിരിയായി. അത് കണ്ട് ഇവന്റെ പ്രവർത്തനം കണ്ടിട്ട് വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ 2 സ്ഥാപനം തുടങ്ങാൻ 2 വ്യക്തികൾ അവനെ കൊണ്ട്. അപ്പോൾ ഇടയ്ക്ക് വിദേശത്ത് പോവും, ഇടയ്ക്ക് തിരിച്ചു വരും. ഇങ്ങനെ ദൈവജനത്തിന് വേണ്ടി അവന് കർത്താവ് കൊടുത്ത ആ കഴിവ്, വേറെ വിദ്യാഭ്യാസമൊന്നുമില്ല, ആ കഴിവ് ഉപയോഗിച്ച് ദൈവത്തെ കൂടെ നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ തക്ക വിധത്തിൽ അവൻ അഭിഷേകം പ്രാപിച്ചു. ഒരു ദിവസം അവനോട് പറഞ്ഞെങ്ങനെയാണ്, ഞാൻ ഒരു സ്ഥലത്തെ ശുശ്രൂഷയല്ല, ഞാൻ പ്രവർത്തനം നിർത്തി. കാരണം ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ പ്രാക്ടീസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങും, എൻ്റെ ജപമാല മുടങ്ങും. അതുകൊണ്ട് ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് ഇനി കിട്ടത്തില്ല, വേറെ ആരെങ്കിലും നോക്കി. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ വിശുദ്ധ കുർബാനയാണ്, എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം കൂടെയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ കൂടെ ഇല്ലാത്തൊരു പ്രവൃത്തിക്ക് ഞാനില്ല. അപ്പോൾ ആ പ്രാക്ടീസ് നേടിക്കൊടുക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മന്ദബുദ്ധിയാണോ? ഇപ്പോൾ ആര് കൂടെ ദൈവത്തെ ആരാധിക്കും? നീ നിന്റെ ആരോഗ്യമുള്ള സമയത്ത് കുറച്ച് അധ്വാനിച്ച് സമ്പാദിക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഈ ആരോഗ്യവും ശക്തിയും കഴിവും തന്ന് എൻ്റെ കൂടെ നിന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തെ വേദനിപ്പിച്ചുള്ള ഒരു ശുശ്രൂഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോവുക. ഇപ്പോൾ അടിക്കടി ആ സഹോദരനെ ദൈവം ഉയർത്തുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട ഒരു സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസം താമസ ധ്യാനത്തിൽ വന്നപ്പോൾ ഇതെല്ലാം എന്നെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഒരു പാഠമായിരിക്കട്ടെ. ദൈവത്തെ കൂടെ നിർത്ത മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യമായി പ്രഖ്യാപിച്ച കാര്യമാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദിവസവും ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമാണ്, ദൈവത്തെ കൂടെ നിർത്തി പ്രവർത്തിക്കുന്നവർക്ക്, ഒരു രാജാവായിട്ടും രക്ഷകനായിട്ടും സൗഖ്യദായനായിട്ടും കൂടെ നിർത്തി പ്രവർത്തിക്കുന്ന ദൈവവൈതലിന് മേൽ ദൈവം അത്ഭുതകരമായി ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സറിഞ്ഞ് ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഇപ്പോൾ ഈ ദേശത്തിന്റെ പല ഭാഗത്തും പല രാജ്യങ്ങളിലും ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോട് ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇത്ര മാത്രമേ പറയുള്ളൂ. ഞാൻ പറയുന്ന ഇപ്രകാരമാണ്, ദൈവമായ കർത്താവ് അതൊരു നിർജീവ വസ്തുവല്ല. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും നമ്മുടെ ദുഃഖവും കാണാൻ പറ്റാത്ത ഒരു ദൈവമല്ല. ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മോട് കൂടെ ആയിരിക്കുന്നവൻ എമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ എമ്മാനുവേലിനെ കൂടെ നിർത്താറുണ്ടോ? രാജാവും രക്ഷകനും സഹായിയും കൂട്ടുകാരനുമായിട്ട് കൂടെ നിർത്താറുണ്ടോ? അങ്ങനെ കൂടെ നിർത്തുന്ന ഒരു വ്യക്തിക്ക് തുള്ളിച്ചാടി ഈ ഓരോ ശുശ്രൂഷകളെയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഹല്ലേലൂയ. മനസ്സോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഒരു നിമിഷം. അപ്പോൾ ഈ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട. ഞാൻ പറഞ്ഞു, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് എടുത്ത് വെച്ച് നിങ്ങളോട് പങ്കുവെച്ചപ്പോൾ പ്രിയപ്പെട്ട ഒരു സത്യമാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും, എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും, ചിലപ്പോൾ കുടുംബത്തിൽ മക്കൾ താന്തബന്ധങ്ങളായിരിക്കാം. കുടുംബത്തിൽ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഒരേ പോക്ക്, ഒരേ രീതി. മക്കളെ പഠിപ്പിക്കാനായിട്ട് വിട്ടു, അത് പ്രേമം, സ്നേഹം, കൂട്ടുകെട്ടുകൾ അങ്ങനെ നശിച്ചു പോകുന്നു. ഇതെല്ലാം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം എന്ന് ചോദിക്കണം, ഇവരുടെ എല്ലാം ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രാർത്ഥനയിൽ വളർത്തിയ കുഞ്ഞുങ്ങളെയാണ് പറഞ്ഞു വിട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചു വരാൻ സമയമായി, ചിന്തിക്കാൻ സമയമായി, വിശ്വാസത്തിൽ കുറച്ചുകൂടി വളരാൻ സമയമായി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ചങ്ങി, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എൻ്റെ കൂടെയുള്ള കർത്താവിനെ ഞാൻ മൂലം, എൻ്റെ പ്രവൃത്തി മൂലം വേദനിപ്പിച്ച് ദൈവത്തെ നഷ്ടപ്പെടുത്താൻ ഇടയാകരുതേ. ദൈവത്തെ നഷ്ടപ്പെടുത്താൻ ഇടയാകരുതേ. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 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 എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ വചനത്തിൽ കണ്ടു, സഫാനിയ പ്രവാചക പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനമാണ് നമ്മൾ കണ്ടത്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവജനമേ, ഏത് സ്ഥലത്താണോ നീ ആയിരിക്കുന്നത്, നിനക്ക് വിജയം നൽകുന്ന, അഭിഷേകം നൽകുന്ന ദൈവം നിന്റെ മധ്യത്തിലുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 സ്വരം ഉയർത്തി ഉറക്ക സ്തുതിക്കുക. ഹല 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 റിയ 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 റിയ. കർത്താവായ ഈശോ ഇവിടെ കൂടെയുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പാടി പ്രാർത്ഥിച്ച പാട്ട് ഒരിക്കൽ കൂടി പാടി കരങ്ങളടിച്ച് പ്രതിബന്ധങ്ങളെ തകർക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് എല്ലാവരും പാടി ആരാധിക്കട്ടെ. കരങ്ങളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ.
സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ താഴ്ത്തി ഇരു സൈഡിലേക്ക് കരങ്ങളടിച്ച് കർത്താവിന്റെ കരബലം നിങ്ങളെ പ്രകടമാകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധിതർ മോചിതം പ്രാപിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം അത്ഭുതം സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അഭിഷേകത്തോടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അഭിഷേകത്തോടെ പാടാം. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ കോർത്ത് പിടിച്ച് ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ച് തുള്ളിച്ചാടി കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ഇന്നിവിടെ ഈ നിമിഷം വെളിപ്പെടട്ടെ. കരങ്ങളടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വേഗത്തിൽ കരങ്ങളടിക്കട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വേഗത്തിൽ കരങ്ങളടിച്ച് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ യേശുവേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കണ്ടിടട്ടെ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 വിജയം നൽകുന്ന ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരബലത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിലെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പ്രവാചകന്മാരിലും പൂർവികന്മാരിലും കൂടെ നിന്ന് പ്രവർത്തിച്ച ഈശോ ഇപ്പോൾ നിങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുക. പ്രതിബന്ധങ്ങളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, കടബാധ്യതയെ ഓർത്ത്, ജോലിയില്ലാത്ത അവസ്ഥകളെ ഓർത്ത് എന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ ദൈവമേ. രാജാവായിട്ടും രക്ഷകനായിട്ടും എന്റെ കൂടെ നിൽക്കണമേ കർത്താവേ. യേശുവേ ആരാധന 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 ആരാധന. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരുമിച്ച് കുടുംബമാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. തകർച്ചകൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. കുറച്ചുകൂടി സ്ഥലമേ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവായ ഈശോയെ, ദൈവത്തെ സ്തുതിക്കാൻ തടസ്സമായ സകല കെട്ടുകളും വിട്ടുമാറി പോകട്ടെ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഉറക്ക വിളിക്കട്ടെ യേശുവേ 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 രോഗികൾ പ്രാർത്ഥിക്കുന്നു, ബന്ധിതർ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിളിക്കുക, കൂടെ നിർത്തുക, അഭിഷേകം പ്രാപിക്കുക. കർത്താവിന്റെ കരബലം ഇപ്പോൾ പ്രകടമാകട്ടെ. യേശുവിന്റെ സാന്നിധ്യം നിറയട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, കണ്ണുകളടച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിന്റെ കരബലം പ്രകടമാകട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി ഓരോ രോഗികളും കർത്താവിന്റെ കരബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സംഭവിക്കട്ടെ. കടബാധ്യതയുള്ളവർ പ്രാർത്ഥിച്ചേ. ജോലിയില്ലാത്ത മക്കളെ പ്രാർത്ഥിക്കുക. അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിനെ കൂടെ നിർത്തി വിളിക്കുക. കർത്താവിന്റെ കരബലം പൂർണ്ണമായി അത്ഭുതങ്ങൾ ഈ വചനത്തിന് കൂടെ നിന്ന് പ്രവർത്തിക്കണമേ കർത്താവ്. മോശയോട് എന്ന പോലെ, ജോസഫിനോട് എന്ന പോലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പ്രകടമാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഓരോരുത്തരുടെ മേൽ ദൈവത്തിന്റെ കരം ഇപ്പോൾ പ്രകടമാകട്ടെ. യേശുവേ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ആമേൻ.